നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഇന്നലെ രാത്രി ശബരിയാണോ വിളിച്ചത്? അതെ സർ. ആന്റിയുടെ ഫോണിലേക്ക് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ശബരിയാണെന്ന് എനിക്കും മനസ്സിലായില്ല. ആക്സിഡന്റ് അല്ലെന്ന് സിസ്റ്റർ പറഞ്ഞു. അത് സാരമില്ല, അവള് ബ്ലഡ് കൊടുക്കാൻ തയ്യാറായിട്ടാ വന്നേ. ശബരിയുടെ ആരാ സൂയിസൈഡിന് ശ്രമിച്ചത്? മഞ്ചാടിയാണ് അങ്ങനെ ഒരു ബുദ്ധിമോശം കാണിച്ചത്. ശബരിയേട്ടാ, മഞ്ചാടിക്ക് വേണ്ടി ഇവരുടെ ബ്ലഡ് എടുക്കുന്നത് അച്ഛനോട് ചോദിച്ചിട്ട് മതി. അച്ഛൻ അതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛന്റെ ബ്ലഡ് ഓ നെഗറ്റീവ് ആണോ? അച്ഛൻ വന്ന് ബ്ലഡ് കൊടുക്കോ? അച്ഛന്റെ ബ്ലഡ് ഗ്രൂപ്പ് വേറെയാ. പക്ഷെ അച്ഛന് പരിചയമുള്ള വേറെ ഒരുപാട് പേരുണ്ടാവും ബ്ലഡ് കൊടുക്കാനായിട്ട്. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടതേ. ഒരാൾ ഇവിടെ ജീവൻ കൊടുക്കാൻ തയ്യാറായി വന്ന് നിൽക്കുമ്പോഴാ അവളുടെ ഒരു സോറി സർ. കൃത്യസമയത്ത് തന്നെ സാറ് വൈഫിനെയും കൂട്ടി വന്നതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഹേയ്, നന്ദിയൊന്നും വേണ്ട ശബരി. ഞങ്ങള് ഇതൊരു മഹാദാനായിട്ടാ കാണുന്നേ. അതുകൊണ്ട് ആ സാവിത്രി ബ്ലഡ് കൊടുക്കാൻ വന്നപ്പോ ഞാനും കൂടി അവളുടെ കൂടെ വന്നത്. മാഡം വരൂ, ടൈം ആകുന്നു. സാവിത്രി ചെല്ലേ, ഞാനിവിടെ ഉണ്ടാവും. ദേ, അവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല. നിന്റെ വാക്ക് കേട്ട് അവര് ബ്ലഡ് കൊടുക്കാതെ പോയിരുന്നെങ്കിലോ? ശരിക്കും പറഞ്ഞ മഞ്ചാടിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ ബ്ലഡ് കൊടുക്കില്ലെന്ന് പറയേണ്ടത് അവരാ. അല്ല, അവരുടെ മകനല്ലേ ജയിലിൽ കിടക്കുന്നേ. അവൻ തെറ്റ് ചെയ്തിട്ടാ ജയിലിൽ കിടക്കുന്നേ. അതിന്റെ അപമാനത്തിൽ നിന്ന് കര കയറാൻ പറ്റാത്തോണ്ടാ മഞ്ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അപ്പൊ അതിന്റെ കാരണക്കാരനായവന്റെ അമ്മയുടെ രക്തം സ്വീകരിച്ച് അവൾ രക്ഷപ്പെടുന്നോ? എന്തൊരു കഷ്ട തന്നെയായിട്ട് ഇത്. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? നിന്റെ പോക്ക് കണ്ടപ്പോ നാട് വിട്ടു പോയെന്നാ ഞാൻ കരുതിയത്. ഞാനത് ചെയ്യാത്തതാണോ അമ്മയുടെ വിഷമം? നീ എവിടം വരെ പോകും സത്യ? ഒരു ജോലിയോ കയറി ചെല്ലാൻ മറ്റൊരിടവോ നിനക്കുണ്ടോ? പക്ഷെ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. എനിക്ക് പോകാനിടയില്ലെന്ന് അമ്മ വിധി എഴുതണ്ട. ഇനി അമ്മ ഹർഷയുടെ വീട്ടിൽ ജോലിക്ക് പോയാ പിന്നെ ഞാൻ ഈ നാട്ടിലുണ്ടാവില്ല. അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. നീ എന്തിനാടാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടുന്നത്? നീ നിന്റെ കാര്യം നോക്കി ജീവിക്കാൻ നോക്ക്. അതാ നിനക്ക് നല്ലത്. അത് അമ്മ പറഞ്ഞത് ശരിയാ. ഞാൻ എന്റെ കാര്യം മാത്രം നോക്കിയില്ല, എല്ലാവരും ഒരുപോലെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ഓരോന്ന് വേദനിക്കുന്നത്. ഗുഡ് മോർണിംഗ് സത്യ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആന്റി. ഓ, കണി കാണുന്നത് നിന്റെയൊക്കെ മുഖമല്ലേ, പിന്നെങ്ങനെ ശരിയാവും? ഓ, രാവിലെ തന്നെ ആന്റി ഉടക്കുകൂടിലാണല്ലോ. അത് പിന്നെ എന്റെ അമ്മയുടെ സ്ഥായിഭാവം അതല്ലേ ശ്യാമേ.
അത് ശരിയാ. ഇത് വിനയനല്ലേ? എവിടെ നോക്കട്ടെ. ആ. അതേലോ, അക്രമികൾ തട്ടിക്കൊണ്ടുപോയ യുവാവ് സാഹസികമായി രക്ഷപ്പെട്ടു. പ്രതികൾക്ക് വേണ്ടി അന്വേഷണം വ്യാപകമാക്കി. അവൻ രക്ഷപ്പെട്ടോ? ഭാഗ്യം. ഏതായാലും വിനയൻ രക്ഷപ്പെട്ടല്ലോ. അവൻ രക്ഷപ്പെട്ടതൊന്നും ആവില്ല. ആ വൃത്തികെട്ടവന്റെ സ്വഭാവം സഹിക്കാൻ വയ്യാതെ തട്ടിക്കൊണ്ടുപോയവർ ഉപേക്ഷിച്ചിട്ട് പോയതായിരിക്കും. ആ, അതാ ആന്റി പറഞ്ഞത് ശരിയാ. വിനയന്റെ സ്വഭാവം അധികം ആർക്ക് സഹിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉം. എന്നാലും ഇവനെയൊക്കെ എന്തിനാ തട്ടിക്കൊണ്ടുപോയെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അല്ല, ഇനി ആളുമാറി തട്ടിക്കൊണ്ടുപോയതാവോ? ഒരാൾക്ക് ആപത്ത് പറ്റിയ കാര്യത്തിലേ എന്തിനമ്മ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? ഓ, നിനക്കിഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. അല്ലെങ്കിലും വിനയന്റെ കുടുംബത്തോട് എന്റെ മകന് സ്വല്പം താല്പര്യം കൂടുതലാണല്ലോ. ദേ, അമ്മയോട് സംസാരിച്ച ശരിയാവില്ല. ഉം. പട്ടിയുടെ പാല് പന്തി 2 കൊല്ലം കുഴിയിലിട്ടാലും ശരിയാവില്ല. എടാ. അല്ലേ ആന്റി? എന്നാലും അവൻ എങ്ങനെയാ രക്ഷപ്പെട്ടത്? കൊള്ളാം. ഓക്കെ. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. അതെ, ഗോകുൽ നിരപരാധിയാണ്. ഒന്നുറപ്പാ, മഞ്ചാടിയെ ജീവനും കൂട്ടരും ചേർന്ന് ട്രാപ്പിലാക്കിയതാ. എനിക്ക് മനസ്സിലായി. ഈ വിഷ്വൽസ് മാത്രം മതി ഗോകുൽ നിരപരാധിയാണെന്ന് പ്രൂവ് ചെയ്യാനും യഥാർത്ഥ കുറ്റവാളിയെ ശിക്ഷിക്കാനും. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട് സർ. മഞ്ചാടി അധികം ഈ പ്രശ്നങ്ങളിലേക്ക് വലിച്ചഴിക്കരുത്. ഇപ്പൊ തന്നെ അവളൊക്കെ തകർന്ന നിലയില. നിങ്ങൾ ടെൻഷൻ ആകണ്ട, ആ കുട്ടിക്ക് ഒരു ദോഷവും വരില്ല. ഇപ്പോ ആ പെൺകുട്ടിയുടെ സൂയിസൈഡ് അറ്റംപ്റ്റിന് പോലും കാരണക്കാര് അവന്മാരല്ലേ. ആ സ്ഥിതിക്ക് അവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കൂടി കേസ് ചാർജ് ചെയ്യാൻ സാധിക്കും. സാർ, ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിയോടും അവർക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നാതിരിക്കണമെങ്കിൽ തക്കതായ ശിക്ഷ തന്നെ ഉറപ്പിക്കണം. അതൊക്കെ നിയമത്തിന്റെ വഴിക്ക് തന്നെ നടക്കും. പിന്നെ അറിയാലോ, ഈ സ്റ്റേഷന്റെ പരിധിയിൽ നടന്ന സംഭവമല്ല. അപ്പോ എനിക്ക് ഈ കാര്യത്തിൽ ഇടപെടുന്നതിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. പക്ഷേ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടാൻ എന്നാൽ കഴിയും വിധം ഞാൻ എല്ലാം ചെയ്യും. താങ്ക് യു സർ. ഞങ്ങൾക്കിപ്പോ വേണ്ടത് യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നതിനൊപ്പം ഗോകുൽ രക്ഷപ്പെടുക എന്നുള്ളത് കൂടിയാ. അക്കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട. അതിന് വേണ്ടതെല്ലാം ഈ വീഡിയോയിലുണ്ട്. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. എങ്കിൽ നിങ്ങൾ ചെല്ലേ. ആവശ്യം വന്നാ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചോളാം. ഓക്കെ. ഓക്കെ സർ, താങ്ക് യു. എന്തായിരിക്കും അച്ഛാ മഞ്ചാടി സൂയിസൈഡിന് ശ്രമിക്കാനുണ്ടായ കാരണം? അത് തന്നെ ഞാനും ആലോചിക്കുന്നേ. ചിലപ്പോ കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണും. ഏയ്,
കോളേജിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും തോറ്റോടി പോകുന്നവളൊന്നും അല്ല മഞ്ചാടി. അവള് നല്ല ബോൾഡാ. ഇനി വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിന് വീട്ടിലെന്ത് പ്രശ്നം ഉണ്ടാവാന്? അതിന് അവളിപ്പോ ഹോസ്റ്റലിലല്ലേ താമസം. വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ അത് ശബരി അറിയാതിരിക്കോ? അവനും ഒരു പിടിയില്ലാത്ത പോലെ സംസാരിക്കുന്നേ. ഇനി ഇതും എല്ലാരും കൂടെ ഗോകുലിന്റെ തലയിൽ വെച്ച് കെട്ടുമെന്ന് എന്റെ പേടി. അതെങ്ങനെയാ അച്ഛാ? ഏട്ടൻ ജയിലിലല്ലേ? അവൻ അന്നുണ്ടാക്കിയ മാനഹാനിയിൽ മനനൊന്ത് ചെയ്തതാണെന്ന് പറഞ്ഞ മഞ്ചാടിക്ക് അങ്ങനെ ഒരു മാനഹാനിയുടെ ഫീലിങ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്ത് വില കൊടുത്തും ഗോകുലേട്ടന് ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നുള്ള വാശി മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇനി ആ കുട്ടിക്ക് വല്ലതും സംഭവിച്ചു പോയാ ഗോകുലിനെതിരെയുള്ള കേസ് കൂടുതൽ ബലപ്പെടും. ഇപ്പൊ തന്നെ ചെയ്യാത്ത തെറ്റിനല്ലേ അവൻ ജയിലിൽ കിടക്കുന്നേ. മഞ്ചാടി രക്ഷപ്പെട്ടില്ലെങ്കിൽ അവന് ജയിലിൽ നിന്ന് ഇറങ്ങാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല.